വിചിത്രമായ ഒരു മനോനിലയുള്ള ഉദ്യോഗസ്ഥനായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കൈകാര്യം ചെയ്ത കേസുകളിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കിയ അവസർപ്പക കഥകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ നിലയ്ക്ക് തന്നെ വേണം കണക്കാക്കാൻ. അതായത് പണ്ട് ബാറ്റൻ ബോസിനെ ഓർമ്മയുണ്ടോ? അദ്ദേഹം കാർപ്പാത്തിയൻ മലനിരകൾ കണ്ടിട്ടില്ല, പക്ഷേ കാർപ്പാത്തിയൻ മലനിരകളെക്കുറിച്ചും അവിടെ നിന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അതിഗംഭീരമായ ഭാവനയോടെ ഗംഭീരമായ കഥകൾ, ഗംഭീര നോവലിസ്റ്റാണ് അദ്ദേഹം. നോവലുകൾ എഴുതുമായിരുന്നു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ ഭൂപ്രദേശത്തെക്കുറിച്ച് അദ്ദേഹം നിരന്തരം ജീവിച്ചു പോകുന്ന ഒരു പ്രദേശത്തെ പോലെ അദ്ദേഹം എഴുതുമായിരുന്നു. ഇദ്ദേഹം ഈ പാമ്പാടിയിൽ ഇരുന്നിട്ട് മൂപ്പർ കാർപ്പാത്തിയൻ മലനിരകൾ, പാമ്പാടിയിൽ ഇരുന്നിട്ട് കാർപ്പാത്തിയൻ മലനിരകളെ കുറിച്ച് എഴുതും. അതുപോലെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പരിപാടികൾ പലതും എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിന് കാരണം ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന്, അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്നു, അതിന് സമാന്തരമായി അതേ വ്യക്തികളൊക്കെ ഉൾപ്പെടുന്ന പല കേസുകളും വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അന്വേഷണം നടക്കുമ്പോൾ ഒരു കേസ് അന്വേഷിക്കുന്നു. ഒരു കേസ് അന്വേഷണമല്ല, ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള പരിശോധനയിൽ ഒരു ലോക്കറിൽ നിന്ന്, അതായത് നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ലോക്കറിൽ നിന്ന് സ്വർണവും പണവും കണ്ടെത്തുന്നു. ഈ സ്വർണവും പണവും ഇവർ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നിന്ന് സമ്പാദിച്ചതാണ് എന്ന മട്ടിൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി സ്ഥാപിക്കപ്പെടുന്നു. ഇപ്പുറത്ത് നമ്മുടെ ശിവശങ്കറിനെ മറ്റൊരു കേസിൽ പിടികൂടുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നു. അദ്ദേഹം അഴിമതിയിലൂടെ സമ്പാദിച്ച പണം തന്നെയാണ് ഇത് എന്ന് വേറൊരു കേസ് ഉണ്ടാകുന്നു. ഇങ്ങനെ രണ്ട് കേസ്, ഒരേ തൊണ്ടി മുതൽ വെച്ച് രണ്ട് കേസിൽ തൊണ്ടി മുതൽ എഴുതിയ ഉദ്യോഗസ്ഥനാണ് ഈ കക്ഷി. അത് എഴുതുക മാത്രമല്ല, എല്ലാ മാധ്യമങ്ങൾക്കും ഒരു സംശയവുമില്ലാതെ അത് അവർ തൊണ്ട തൊടാതെ വിഴുങ്ങുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്ത കേരളമാണ് കഴിഞ്ഞ 2-3 വർഷം മുമ്പുള്ളത്, അല്ലെങ്കിൽ 4-5 വർഷം മുമ്പുള്ളത്. ഇത് വാസ്തവമാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയത്തിൽ മാത്രമല്ല സനീഷേ, അതല്ലാത്ത ഈ ഒപ്പിച്ചെടുത്ത കഥകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്ക്. ബിരിയാണി ചൊമ്പിൽ സ്വർണം കൊണ്ടുപോയി, അതുപോലെ ഈന്തപ്പഴത്തിൻ്റെ കുരുവായിട്ട് സ്വർണം കൊണ്ടുവന്നു, ഈ ഖുറാൻ അകത്ത് വെച്ച് സ്വർണം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എനിക്ക് ന്യായമായ സംശയമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൗമാരകാലത്ത് വായിച്ച പല പുസ്തകങ്ങളിലെയും കഥകൾ അദ്ദേഹം പകർത്തി എഴുതിയിട്ടാണ് അന്നത്തെ പല കേസുകളിലും അദ്ദേഹം തുമ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ എങ്ങും എത്താതെ പോയത്. ഈ കേസുകളൊക്കെ എങ്ങെത്തി എന്നുള്ളത് നമുക്കറിയാമല്ലോ. എങ്ങും എത്തിയില്ല. ആ മട്ടിലാണ്. എങ്ങും എത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ പോലെ കഴമ്പില്ലാത്ത കേസുകൾ എന്ന മട്ടിലേക്ക് തന്നെ അത് മാറി.